ആഘോഷിക്കുന്ന സിസ്റ്റർ റോസ്ലി പോളിനെ കർത്താവിന്റെ തിരുവൾത്താരയിൽ നമുക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കാം. തന്റെ സമർപ്പിത ജീവിതയാത്രയിലെ നേട്ടങ്ങളും കോട്ടങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും പുഞ്ചിരിയും നെടുവീർപ്പുകളുമെല്ലാം ഒരു കൈക്കുമ്പിളിൽ ഒതുക്കി തന്റെ ജീവിതം മുഴുവനും ആതുര ശുശ്രൂഷ രംഗത്ത് സമർപ്പിച്ച സിസ്റ്റർ ദൈവിക പദ്ധതിക്ക് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് യേശുവാകുന്ന മുന്തിരിവള്ളിയിലെ ഒരു കരുത്തുറ്റ ശാഖയായി തൃശൂർ അമല ഹോസ്പിറ്റൽ Carissimi fratelli, Sor Rosli ha compiuto 25 anni di vita religiosa. Ringraziamo il Signore con lei e offriamo questa santa messa. അതിന്റെ നിയമാവലിക്ക് അനുസൃതമായി അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അനുഷ്ഠിച്ചു കൊള്ളാമെന്നുള്ള വാഗ്ദാനം നവീകരിക്കുന്നു. സ്നേഹപിതാവേ, ഈ ഭൂമിയിൽ സത്യത്തിലും അരൂപിയിലും അങ്ങയുടെ ആരാധകയായി ജീവിക്കുവാൻ അയോഗ്യയായ എന്നെ അനുഗ്രഹിക്കുന്നു. നിഷ്ഫലമാം ജീവനിൽ ദിവ്യമായി പേതിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാൻ നാഥാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ നാഥാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. മാറ്റാൻ പറ്റുന്നത് മാറ്റാൻ പറ്റാത്തത് സന്തോഷത്തോടെ സ്വീകരിക്കുവാനും ഏതായാലും കുരിശിന്റെ വഴികളിലൂടെയുള്ള യാത്ര തുടരേണ്ടിയിരിക്കുന്നു. നീ പ്രായപൂർത്തിയാകുമ്പോൾ നീ ആഗ്രഹിക്കാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും മറ്റുള്ളവർ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നു പറഞ്ഞിട്ടാണ് കർത്താവ് വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കുന്നത്. എന്നെ അനുഗമിക്കുക എന്ന് പറയുക, വീണ്ടും ആ ഒന്നുകൂടി ഉറപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഒത്തിരി മധുരതരമായ അനുഭവങ്ങൾ കഴിഞ്ഞു പോകുന്ന ആളുകളിൽ മടത്തിൽ ചേർന്നപ്പോൾ സ്വീകരിച്ച ഒരുപാട് പോസിറ്റീവായിട്ടുള്ള നല്ല അനുഭവങ്ങൾ, ഞാൻ നെഗറ്റീവായിട്ടുള്ള അവർക്ക് പറഞ്ഞു, ഒത്തിരി നല്ല അനുഭവങ്ങളാണ്. ഒത്തിരി സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച അമ്മമാരോ സുപ്പീരിയേഴ്സോ അല്ലെങ്കിൽ സഹോദരങ്ങളോ മഠത്തിലുണ്ടായിരുന്നവരോ നല്ല കൂട്ടുകാരും എല്ലാം ഉണ്ടാവും, ഒത്തിരി ഉണ്ടാകും. ഒത്തിരി നല്ല വഴികളിലൂടെ ഒത്തിരി ആത്മീയ അനുഭവങ്ങളൊക്കെ നടത്തിയ അനുഭവമുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഈ മരുഭൂമി അനുഭവം അതും ഉണ്ടാകും. സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനത്തിന് അനുഭവപ്പെട്ട അതേ അനുഭവം, ഇതൊന്നും വേണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും ശരിയായില്ലല്ലോ, അല്ലെങ്കിൽ ഒന്നും തമ്പുരാനെ കാണാൻ കഴിയാതെ 2 ദിവസമാണ് ഒരു ദിവസം മീൻ പിടിക്കാൻ പിന്നെയും പോയത്. 2 ദിവസത്തേക്കിനെ കാണാൻ തോന്നപ്പോഴാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ആഗ്രഹിക്കാത്ത ഇടത്തേക്ക് കൊണ്ടുപോകപ്പെടുമ്പോഴും മറ്റുള്ളവർ അരമുറുക്കുമ്പോഴും മാത്രമല്ല കഴുത്ത് പോലും മുറുക്കുന്നവർ ഒന്നും ചിലപ്പോൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിലും ഇതെല്ലാം തമ്പുരാന്റെ വഴികളാണെന്ന് തിരിച്ചറിയാനും തമ്പുരാനോട് വിശ്വസ്തയോടെ നിൽക്കാൻ. ഇതൊന്നുമല്ല, സ്വർഗത്തിൽ കുറഞ്ഞ ഒരു സമ്മാനവും എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആർക്ക് നമ്മളെ തോൽപ്പിക്കാനാവും? സ്വർഗത്തിൽ കുറഞ്ഞ ഒരു സമ്മാനവും എനിക്ക് വേണ്ട എന്ന് മനസ്സിൽ കുറിച്ചാൽ ആർക്ക് നമ്മളെ തോൽപ്പിക്കാനാവും?
കൃപയിൻ